ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ചാപ്റ്റർ 4 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടം വരെ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം തമ്മിലെ ബന്ധത്തെക്കുറിച്ച് ആർക്കും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇലക്ട്രിസിറ്റി വേറെ, മാഗ്നറ്റിസം വേറെ എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ശാസ്ത്രലോകം. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ 1820 ഹാൻസ് ക്രിസ്ത്യൻ ഓർസ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഡാനിഷ് ഫിസിസിസ്റ്റ് വളരെ യാദൃശ്ചികമായി ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചു. അദ്ദേഹം യാദൃശ്ചികമായി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം അദ്ദേഹം ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനുള്ള ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കറണ്ട് ക്യാരിയിങ് വയറുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം. ഈ കറണ്ട് ക്യാരിയിങ് വയറിന് സമീപത്ത് അദ്ദേഹം വളരെ യാദൃശ്ചികമായി ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിരുന്നു. ഈ കറണ്ട് ക്യാരിയിങ് വയറുമൂടെ കറണ്ട് പ്രവഹിക്കാൻ ആരംഭിച്ച ആ മൊമെൻറ്റിൽ ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തു ഒരു സൈഡിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിന് കൗതുകം തോന്നി. അദ്ദേഹം കറണ്ട് ഓഫ് ചെയ്തു. അപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കാണിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു. അദ്ദേഹം കറണ്ട് ക്യാരിയിങ് വയറുമൂടെ കടത്തിവിടുന്ന കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. ഈ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡും വർദ്ധിച്ചു. അങ്ങനെ അദ്ദേഹം പറയണ്ടായി, ഒരു കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റിലും അദൃശ്യമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണും. ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ സ്വാധീനിച്ചത് എന്ന് അദ്ദേഹം വളരെ റഫായിട്ട് പറഞ്ഞു വെച്ചു. ഏകദേശം ഇതേ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പല പരീക്ഷണങ്ങളിലൂടെയും പല സയൻറ്റിസ്റ്റുകളിലും ഈ ഒരു നിരീക്ഷണം ശരിവയ്ക്കുകയുണ്ടായി. ഉദാഹരണത്തിന് ഇന്ത്യയിൽ JC ബോസ്, ജഗദീഷ് ചന്ദ്ര ബോസ്, അതുപോലെ റേഡിയോ കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടുന്ന മാർക്കോണി, ജെയിംസ് മാക്സ്വെൽ, ഹേർട്സ്, പിന്നെ ആംബിയർ തുടങ്ങിയ പല സയൻറ്റിസ്റ്റുകളും ഏകദേശം ഇങ്ങനെയുള്ള ഒരു നിഗമനത്തിൽ ഈ സമയത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മൂവിങ് ചാർജ് എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിനോട് ഈക്വലൻ്റ് ആണത്. ഒരു മൂവിങ് ചാർജ് ഒരു മാഗ്നറ്റിനോട് ഈക്വലൻ്റ് ആണെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് വയറിന് ചുറ്റിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നർത്ഥം. അപ്പോൾ ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അഥവാ മൂവിങ് ചാർജ് മീൻസ് അത് കറണ്ടാണല്ലോ. സോ കറണ്ടും മാഗ്നറ്റിസും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരാശയം അവിടെ നിന്ന് വന്നു. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത് പറയാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ലോറൻസ് ഫോഴ്സ് ആണ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ദ സ്പേസ് സറൗണ്ടിങ് എ മൂവിങ് ചാർജ് വയർ ഇറ്റ്സ് ഇഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ടായി ഇലക്ട്രിക് ഫീൽഡ്. ഒരു സ്റ്റേഷനറി ചാർജിന് ചുറ്റും അതിൻ്റെ പ്രഭാവം അനുഭവപ്പെടുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. അതേപോലെ ഇവിടെ ഒരു മൂവിങ് ചാർജിന് ചുറ്റിലുമോ അഥവാ ഒരു മാഗ്നറ്റിന് ചുറ്റിലുമോ അതിൻ്റെ പ്രഭാവം അനുഭവപ്പെടുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കൂ, വെക്റ്റർ ബി എന്ന് പറയുന്ന ഒരു സൂചകം കൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ടെസ്ല എന്ന് പറയുന്നതാണ് എൻ്റെ യൂണിറ്റ്. ക്ലിയർ ആയെന്ന് ചോദിക്കണം. ഇനി എന്താണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് കാണാൻ പോകുന്നത്? ലോറൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കണ്ടുപിടുത്താണ് നമ്മൾ കാണാൻ പോകുന്നത്. എപ്പോഴെങ്കിലും ഒരു ചാർജ് Q വെൻ ഇറ്റ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി V ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് B, ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൂടെ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ആ ചാർജിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ആ ഫോഴ്സ് കാണാനുള്ള ഫോർമുല F ഈസ് ഈക്വൽ ടു QV ക്രോസ് B എന്ന് പറയുന്നതാണ് ഫോർമുല. F എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മൂവിങ് ചാർജിന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. Q എന്ന് പറയുന്നത് മൂവിങ് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. V എന്ന് പറയുന്നത് മൂവിങ് വെലോസിറ്റിയാണ്. B എന്ന് പറയുന്നത് അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. നോക്കൂ, QV ക്രോസ് B ഇതാണ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. നമുക്കറിയാം ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് അവതരിപ്പിച്ചേക്കണത്. അപ്പോൾ എന്തൊക്കെ കാണണം? ഒരു മാഗ്നിറ്റ്യൂഡ് കാണണം, അതുപോലെ ഒരു ഡയറക്ഷൻ കാണണം. മാഗ്നിറ്റ്യൂഡ് ഞാനിവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. F ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ.
എങ്ങനെ ഈ ഫോർമുല വന്നത് നോക്കൂ, വി ക്രോസ് ബി എന്ന് പറയുന്നത് എ ക്രോസ് ബി, നമ്മൾ എന്താ ആൻസർ പഠിച്ചേക്കണം, എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ദെർഫോർ വി ക്രോസ് ബി എന്ന് പറയുന്നതോ വി ബി സൈൻ തീറ്റ. അതാണ് ഇവിടെ എഫിന് പകരം ഇവിടെ വി ക്രോസ് ബിക്ക് പകരം വി ബി സൈൻ തീറ്റ കൊടുക്കാണ്ടായ കാരണം. ക്ലിയർ ആയി വിചാരിക്കണം. അപ്പം മാഗ്നിറ്റ്യൂഡ് കിട്ടി, എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. ഹയർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ചാർജ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. തീറ്റ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ മൂവിങ് ചാർജും തമ്മിലുള്ള ആംഗിൾ വ്യത്യാസമാണ് അവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് ഈ ഭാഗം വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ദിസ് ഫോഴ്സ് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി, അല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ. അതിന് പറയുന്ന പേരെന്താ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതിന് കുറച്ച് പ്രോപ്പർട്ടീസുകളൊക്കെ ഉണ്ട്, അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു ക്യൂ വി ബി സൈൻ തീറ്റ. പക്ഷേ ഈ ഫോഴ്സിൻ്റെ ദിശ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ആ ഫോഴ്സിൻ്റെ ദിശ പറയാൻ വേണ്ടി നമുക്ക് 2-3 ഡെഫിനേഷൻസ് ഉണ്ട്, 2-3 ലോ ഉണ്ട്. ഒന്ന് സ്ക്രൂ റൂൾ ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് പാം റൂൾ ഉണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. ഓക്കെ, നോക്കൂ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഒരു ചാർജ് കടന്നു പോകുമ്പോൾ അതും ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇതേ പ്രതലത്തിൽ ഒരേ സമയം മാഗ്നറ്റിക് ഫീൽഡ് കൂടാണ്ട് ഇലക്ട്രിക് ഫീൽഡ് സങ്കല്പിക്കൂ. അങ്ങനെയാണെങ്കിൽ ആ മൂവിങ് ചാർജും ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഫോഴ്സിൻ്റെ സമ്മായിരിക്കും. ഏതാ, 1 ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും 2 മാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും. ദെർഫോർ എഫ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കൂ, എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ പ്ലസ് ക്യൂ വി ക്രോസ് ബി എന്നായി മാറി. ക്യൂ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫോഴ്സ്, ക്യൂ വി ക്രോസ് ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഈ ഫോർമുലേനെ പറയുന്ന പേരാണ് ദിസ് ഫോഴ്സ് ഈസ് നോൺ ആസ് ലോറൻസ് ഫോഴ്സ്. ഇപ്പോൾ ലോറൻസ് ഫോഴ്സ് പറയുമ്പോൾ എന്തൊക്കെ കാണും, ഇലക്ട്രിക് ഫോഴ്സ് കാണും, അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് കാണും. ഇനി നമ്മൾ ദിശ പറയാൻ പോവാണ്. റൈറ്റ് ഹാൻഡ് പാം റൂൾ. നമ്മുടെ കൈയിൻ്റെ വലത് കൈ നീർത്തി പിടിക്കുക. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇതാണ് മൂവിങ് ചാർജിൻ്റെ ദിശയാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. മൂവിങ് ചാർജിൻ്റെ ദിശയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അവിടെ മൂവിങ് ചാർജ്, അതായത് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ദിശയാണല്ലോ കറണ്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് കറണ്ട്, നീല റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കറണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ നീർന്നിരിക്കുന്ന മറ്റുള്ള വിരലുകൾ മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് അർത്ഥം. രണ്ടും നിങ്ങൾ കാണുന്ന ഈ മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഒരേ പ്ലെയിനിൽ കിടക്കുന്നു. എന്നാൽ ആ മൂവിങ് ചാർജുമേ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുന്ന ഈ മൊബൈൽ ഫോണിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പ്ലെയിനിൽ നിന്ന് ഒരു ഈർക്കിൽ നിങ്ങളുടെ കണ്ണിലേക്ക് വെച്ച് നോക്കിയാൽ ആ ഈർക്കിൽ വരുന്ന ദിശയിലാണ് മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ റൈറ്റ് ഹാൻഡ് പാം റൂളിൽ പറയുന്നത്. നോക്കൂ, തമ്പ് റെപ്രസെൻറ്റ്സ് ഡിറക്ഷൻ ഓഫ് മൂവിങ് പോസിറ്റീവ് ചാർജ്, other fingers point direction of magnetic field, then direction perpendicular to the palm points the direction of the magnetic force. ഇതാണ് ഇവിടെ പറയുന്ന ആശയം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കാം. അടുത്തത്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിൽ എൻ്റർ ചെയ്യാം? ഒന്നില്ലെങ്കിൽ പാരലൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണണം. രണ്ടാമത്തെ പോസിബിലിറ്റി, ചാർജ്ഡ് പാർട്ടിക്കിളിന് പെർപെൻഡിക്കുലറായിട്ട് എൻ്റർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണണം. മൂന്നാമത്തെ പോസിബിലിറ്റി, പാരലൽ അല്ല, പെർപെൻഡിക്കുലർ അല്ല, ഒരു ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ അതിനോട് ബാധിക്ക് എൻ്റർ ചെയ്തു. ഇപ്പോൾ അതിന് ചാർജ്ഡ് പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കുന്നു? ഈ 3 കേസിലും അത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ത്, അതിനെന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, when a charged particle enters into a magnetic field parallel to the magnetic field. Okay, പാരലൽ എന്ന് വാക്ക് പറയുമ്പോൾ എന്താ? തീറ്റ ഈസ് ഈക്വൽ ടു 0. മാഗ്നറ്റിക് ഫീൽഡും മൂവിങ് ചാർജ് തമ്മിലുള്ള ആംഗിൾ തീറ്റ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ 0 കൊടുത്തു. ദെൻ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ 0 കൊടുത്തു, ഈക്വൽ ടു 0. മീൻസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ when it enters into a magnetic field in a parallel direction is equal to 0. എന്ന് വെച്ചാൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്വാധീന വലയത്തിൽ പെടാതെ, മാഗ്നറ്റിക് ഫീൽഡിനാൽ ഡീവിയേഷനോ ഡിഫ്ലക്ഷനോ നടത്തപ്പെടാതെ
ആ കടന്നു വരുന്ന സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ കൂടെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യും. അതാണ് ഇവിടെ പറയുന്ന ആശയം. അടുത്തത്, ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നോക്കൂ. ഇവിടെ ഞാൻ ഒരു ഡയഗ്രാം വരച്ചിട്ട് അപ്പുറം സൂചിപ്പിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഈ മൊബൈൽ ഫോൺ നിങ്ങൾ കാണുന്ന ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻവേർഡ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വരച്ചിരിക്കുന്നത്. അങ്ങനെ ഉള്ളതിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു മൂവിങ് ചാർജ് ഇങ്ങനെ എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കും. ആ മൂവിങ് ചാർജ് എൻ്റർ ചെയ്യുമ്പോൾ അതുമൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് മുഖേന എന്ത് സംഭവിച്ചു? ഇതൊരു സർക്കുലർ പാത്തിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 90 ആണ്, കാരണം എൻ്റർ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ ക്യൂ വി ബി സൈൻ 90 ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി. ഇതാണ് ഫോഴ്സ്. ഈ ഫോഴ്സ് മുഖേന ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിച്ചാൽ ഇനി എന്തുണ്ട്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. ക്ലിയർ ആയി വിചാരിക്കണം. അപ്പോൾ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സാണ് ഇവിടെ നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസി ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സാണ്. ദെർഫോർ ഞാൻ എൻ്റെ ഫോർമുല എങ്ങനെ മാറ്റം വരുത്തി? ഇവിടെ നോക്കൂ, ക്യൂ വി ബി ഈസ് ഈക്വൾ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുലയാണ്. ക്യൂ വി ബി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ എൻ്റർ ചെയ്ത ചാർജുമേ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സാണ്. ഇതിൽ നിന്ന് ഞാൻ റേഡിയസ് കണ്ടുപിടിച്ചു. ആർ ഈസ് ഈക്വൾ ടു എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി. ഇതാണ് സർക്കുലർ പാത്തിൻ്റെ റേഡിയസ്. ഇപ്പോൾ റേഡിയസ് ഏതെല്ലാം കാര്യങ്ങൾ ആശ്രയിക്കുന്നത് വെച്ചാൽ നമുക്ക് 4 കാര്യം പറയാം. ഒന്ന്, എൻ്റർ ചെയ്യുന്ന ചാർജിൻ്റെ മാസ്, എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി, ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അത് എൻ്റർ ചെയ്യുന്ന മേഖലയിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് റേഡിയസ് ആശ്രയിക്കുന്നത്. ഇനി അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പീരീഡ് കാണല്ലോ. ഒരു പോയിന്റിൽ നിന്ന് ആരംഭിച്ച് അതേ പോയിന്റിൽ മടങ്ങിയെത്താൻ വേണ്ട സമയത്തിനെ പറയുന്ന പീരീഡ്. അത് കാണാനുള്ള ഫോർമുല 2πr/v ആണ്. ഇതെവിടെ നിന്ന് 2πr/v എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി കാണാനുള്ള ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഒരു സർക്കുലർ പാത്തിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് സർക്കംഫറൻസ് ആണ്, അതായത് 2πr ആണ്. അപ്പോൾ വെലോസിറ്റി v ഈസ് ഈക്വൾ ടു 2πr/t കണ്ടു. അതിൽ നിന്നാണ് ടി കണ്ടുപിടിച്ചത്. ടി ഈസ് ഈക്വൾ ടു 2πr/v. അതിൽ ആറിൻ്റെ വാല്യൂ നമ്മൾ മുൻപേ കണ്ടുവച്ചിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി ആണ്. അത് ഈ ഗിവൺ ഫോർമുലയിൽ ആറിന് പകരം കൊടുത്തു. ആറിന് പകരം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടി പീരീഡ് ഓഫ് റൊട്ടേഷൻ ഈസ് ഈക്വൽ ടു 2πm/qb. ഇതിൽ 2ഉം പൈയും എമ്മും ക്യൂവും ഒരു കോൺസ്റ്റൻ്റ് ആണ്. എം എന്ന് പറയുന്നത് മൂവിങ് ചാർജിൻ്റെ മാസാണ്. 9.1 × 10⁻³ കിലോഗ്രാമാണ്. ക്യൂ എന്ന് പറയുന്നത് 1.6 × 10⁻19 കൂളമ്പാണ്. എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ദെർഫോർ ടി പ്രൊപ്പോർഷണൽ ടു 1/b ആണെന്ന് അർത്ഥം. ഇനി എപ്പോഴാണ് ഫ്രീക്വൻസി ചോദിച്ചു എന്ന് വിചാരിക്കും. ഒരു സെക്കൻഡിൽ എത്ര തവണ റൊട്ടേറ്റ് ചെയ്യും, അതിന് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. അത് കാണുന്ന ഫോർമുല എന്താ? ഇറ്റ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. ദെർഫോർ 1/t. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ കാണുക. അപ്പോൾ QB/2πm. ഇതാ QB ഡിവൈഡഡ് ബൈ 2πm. ഇതാണ് അതിൻ്റെ ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല. അപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ടു കഴിഞ്ഞു? വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് F ഈസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അത്തരം കേസിൽ അത് ഒരു സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ പ്രോപ്പർട്ടീസ് റേഡിയസ് കണ്ടു, അതിൻ്റെ ടൈം പീരീഡ് കണ്ടു, അതിൻ്റെ ഫ്രീക്വൻസി കണ്ടു, ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. F ഈസ് ഈക്വൽ ടു QVB ആണ്. മൂന്നാമത്തെ പോയിന്റ്, ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഫീൽഡ്. ഒരു തീറ്റ ഇൻക്ലൈൻഡ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ വെലോസിറ്റിക്ക് 2 കമ്പോണൻസ് വരയ്ക്കണം. മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ എക്സ് ആക്സിൻ്റെ ദിശയിലാണ് വരച്ചിരിക്കുന്നത്. ഇതിനുള്ള ഭാഗത്ത് ഈ ഒരു ഇതാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്ന ദിശ. ആ വെലോസിറ്റി 2 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് അതിൻ്റെ പാരലൽ കമ്പോണൻസ് v cos theta which is acting in the same direction of magnetic field, and the second component is vertical component is v sin theta which is acting perpendicular to the magnetic field. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 കമ്പോണൻസ് ഉണ്ട് വെലോസിറ്റിക്ക്. ഒന്ന് പാരലൽ കമ്പോണൻറ്റ് v cos theta, 2 വെർട്ടിക്കൽ കമ്പോണൻറ്റ് v sin theta. ഈ ആശയം മുന്നിൽ വെച്ചിട്ട് വേണം നമ്മളിനി ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ. ഓക്കെ, നോക്കൂ. ദ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് മേക്സ് ദ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാൻ ആരംഭിക്കും. പാരലാണെങ്കിലോ ഇറ്റ് മൂവ്സ് അലോങ് ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഒരേ ചാർജുമ്പോൾ തന്നെ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ?
ഒരു ഇൻക്ലൈനഡ് ആയിട്ട് ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്താൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളുമ്പോൾ രണ്ട് ഫോഴ്സ്, ഒന്ന് പെർപെൻഡിക്കുലർ ഫോഴ്സും രണ്ട് പാരലൽ ഫോഴ്സും, അതിൻ്റെ ഫലമായി എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മോഷൻ ഹെലിക്കലായി മാറി. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഹെലിക്കലായിട്ടുള്ള ഒരു പാത്താണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഹെലിക്കലായിട്ടുള്ള ഒരു പാത്തിലൂടെയാണ് ഇത് മുന്നോട്ട് നീങ്ങുക. സർക്കുലർ പാത്തും അല്ല, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ പാത്തും അല്ല. ക്ലിയർ ആയി വരയ്ക്കണം. പീരീഡിൻ്റെ അതിൻ്റെ ടൈം പീരീഡിൻ്റെ ഫോർമുല സെയിം തന്നെ, T=2πm/cube. ഇനി ദ ഡിസ്റ്റൻസ് മൂവ്ഡ് അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ് തന്നെ വൺ റൊട്ടേഷൻ ഈസ് കോൾഡ് പിച്ച്. എന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, ഈ ഭാഗം ഒന്ന് വലുതാക്കി കാണിക്കാം. ഈ ഞാനിവിടെ വരയ്ക്കുന്ന ഈ യെല്ലോ ലൈനും അതുമാതിരി രണ്ടാമത്തെ ഈ യെല്ലോ ലൈനും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് പിച്ച് എന്ന് പറയുന്നത്. ആ പിച്ച് കാണാനുള്ള ഫോർമുല നമ്മൾ കണ്ടുവച്ചേക്കണം. പിച്ച് = പാരലൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ടൈം പീരീഡ്. പാരലൽ കമ്പോണൻ്റ് നമുക്കറിയാം v cos θ ആണെന്ന്, ടൈം പീരീഡ് t ആണെന്ന് അറിയാം. therefore v cos θ × 2πm/cube. ഇതാണ് ആ പിച്ച് കാണാനുള്ള ഫോർമുല. അടുത്തത് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പറയുന്നൊരു പോയിൻ്റാണ് വെലോസിറ്റി സെലക്ടർ. വായിച്ച് നോക്കാം. ലോറൻസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് QE + QV×B ആണ്. ഇനി വളരെ ശ്രദ്ധിച്ച് കിടക്കണം കേട്ടോ. ലെറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. മാഗ്നറ്റിക് ഫീൽഡ് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് Z ആക്സിസിൻ്റെ ദിശയിൽ ഞാൻ വരച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്നത് Y ആക്സിസിൻ്റെ ദിശയിലാണ്. Y ആക്സിസും Z ആക്സിസും പെർപെൻഡിക്കുലർ ആകയാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെന്നുള്ള കാര്യം തർക്കമില്ല. ഒന്നുകൂടെ വായിക്കും. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ സച്ച് ദാറ്റ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസ് വിൽ ആക്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അങ്ങനെയാണെങ്കിൽ ഒരു ചാർജും ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഓപ്പോസിറ്റ് ദിശയിലായിരിക്കുന്നത്. ഈ ദിശയിലാണ് ഇലക്ട്രിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. FE എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് Y ദിശയിലാണ്. അതിന് ഓപ്പോസിറ്റുള്ള നെഗറ്റീവ് Y ദിശയിലാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ്. ദെൻ നമുക്കറിയാം ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഫോർമുല FE = QE ആണ്. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫോർമുല QVB sin 90. തീറ്റയുടെ പകരം ഇവിടെ തീറ്റ 90 കൊടുത്തുട്ടോ, കാരണം പെർപെൻഡിക്കുലർ ആണ്. therefore QVB. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് QE, മാഗ്നറ്റിക് ഫോഴ്സ് QVB. ക്ലിയർ ആയി വിചാരിക്കണം. എപ്പോഴെങ്കിലും ഈ രണ്ട് ഫോഴ്സ് നമ്മുടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. then FE = FM. then total force on the charge is 0. the charge will be moving undeflected by the fields. അങ്ങനെയുള്ള കേസ് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഫോഴ്സ് സെയിമും ഓപ്പോസിറ്റ് ആണെങ്കിൽ QE = QVB എന്ന് കൊടുക്കാം. ഇതിൽ നിന്ന് ഈ Qവും ക്യാൻസൽ ആയിപ്പോയി. അതിൽ നിന്ന് വെലോസിറ്റി V കണ്ടുപിടിച്ചു. E/B ആണ്. ദിസ് കണ്ടീഷൻ ഈസ് യൂസ്ഡ് ടു സെലക്ട്. ഇനി ഇവിടെ ശ്രദ്ധാപൂർവ്വം വായിക്കണം കേട്ടോ. ദിസ് കണ്ടീഷൻ ഈസ് യൂസ്ഡ് ടു സെലക്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് സെലക്റ്റഡ് വെലോസിറ്റി ഫ്രം എ ബീം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഹാവിങ് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനുള്ള ഭാഗത്തേക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്തെന്ന് വിചാരിക്കും. അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാത്രം ഫിൽട്ടർ ചെയ്യണം, തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് വെലോസിറ്റി സെലക്ടർ. ഓക്കെ, ദ ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് വെലോസിറ്റി സെലക്ടർ. ഓൺലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് വിത്ത് വെലോസിറ്റി E/B, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റേഷ്യോ ഒബേ ചെയ്യുന്ന വെലോസിറ്റിയുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാം. ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കിൾസും ഒന്നില്ലെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ഡീവിയേറ്റ് ചെയ്തു പോകുമ്പോൾ ഇത്തരം വെലോസിറ്റിയുള്ള പാർട്ടിക്കിൾ അൺഡീവിയേറ്റഡ്. ഓക്കെ, വൈൽ ഓൾ അതർ പാർട്ടിക്കിൾസ് ഡീവിയേറ്റ് ടു ദ സൈഡ് ഓഫ് ദ ഇഫക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനുള്ള ഫോർമുല V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് കേട്ടോ, E/B ആണ്.